ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 625 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോസ് 10-ാം അധ്യായം 42-ാമത്തെ തിരുവചനമാണ്. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളിൽ നിന്ന് അപഹരിക്കുകയുമില്ല. രാജാവിൻ്റെ പിറന്നാളിനോടനുബന്ധിച്ച് വളരെ വിചിത്രമായൊരു വിളംബരം അദ്ദേഹം നടത്തി. പിറന്നാളിൻ്റെ അന്ന് രാജകൊട്ടാരത്തിൻ്റെ വാതിൽ മലർക്കെ തുറന്നിടും. ആ വാതിലിലൂടെ അകത്ത് കടന്ന് ആര് ഏത് വസ്തുവിൽ തൊടുന്നുവോ ആ വസ്തു അവരുടേതായിട്ട് മാറ്റപ്പെടും. പിറന്നാൾ ദിവസം ഒരു ജനക്കൂട്ടം തന്നെ കൊട്ടാരവാതിലിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. കൊട്ടാരത്തിൻ്റെ വാതിൽ തുറന്നു. ഏറ്റവും വിലപിടിച്ചതായ സാധനങ്ങൾ എടുക്കുവാനായി ആളുകൾ ഓടുവാനായിട്ട് തുടങ്ങി. എന്നാൽ ഒരാൾ മാത്രം ഓടിയില്ല. അയാൾ പതുക്കെ നടന്ന് രാജാവിൻ്റെ അടുത്ത് വന്നിട്ട് രാജാവിനെ തൊട്ടു. രാജാവും ആ രാജ്യവും അപ്പോൾ മുതൽ അയാളുടേതായിട്ട് മാറ്റപ്പെട്ടു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഒരു തിരഞ്ഞെടുപ്പ് ആവശ്യമാണ്. നമ്മുടെ അഭിരുചിക്ക് അനുസരണമായ കോഴ്സ് നമുക്ക് തിരഞ്ഞെടുക്കുവാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ ചിലപ്പോൾ പരാജയപ്പെട്ടു പോകുവാനുള്ള സാധ്യതയുണ്ട്. കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോഴും ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ചീത്ത കൂട്ടുകെട്ടിലാണ് നമ്മൾ ചെന്ന് പെടുന്നത് എങ്കിൽ ഒരുപക്ഷെ നമ്മൾ തെറ്റായ വഴിയിൽ നടക്കുവാനായിട്ട് ഇടയായേക്കും. ക്രിസ്തീയ ജീവിതത്തിൽ മറിയ തിരഞ്ഞെടുത്തതുപോലെ നല്ല അംശം തിരഞ്ഞെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഭൂമിയിലുള്ളതല്ല, സ്വർഗത്തിൽ ആരാണോ ഉള്ളത് ആ സ്വർഗീയ രാജാവിനെ തന്നെ ആഗ്രഹിക്കുവാനും അതിന് തക്ക രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുമൊക്കെ നമുക്ക് സാധിക്കണം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.